നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ വളരെ ഗുണകരമായ കാര്യമാണ്. എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ പ്രതിഷ്ഠാ വാർഷിക ദിനമാണ്. മഹാഗണപതി, ക്ഷിപ്രഗണപതി, ശക്തി ഗണപതി, കാര്യസിദ്ധി ഗണപതി, നവനീത ഗണപതി, ഏകാക്ഷരി ഗണപതി, ഉദ്ദിഷ്ട ഗണപതി, ബാലഗണപതി 8 ഗണപതിമാർക്കും അതോടൊപ്പം തന്നെ 3 ഭാവങ്ങളിൽ വിളങ്ങുന്ന ദുർഗാദേവി, തിരുപ്പതി വെങ്കടാചലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ, ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ, സമ്പൂർണ്ണ പൂജകളുള്ള ലോകത്തിലെ ഏക ശനീശ്വര ഭഗവാൻ, പാതിരക്കാളി ഭാവത്തിലിരിക്കുന്ന ഉഗ്രഭദ്രകാളി, പിന്നെ പൊന്നു 18 അടിയും അതിനുടയനാഥനായി ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി. ഇവിടുത്തെ അയ്യപ്പൻ പാരമ്പര്യവാദികൾ പറയുന്ന പോലെ പന്തള രാജകുമാരനല്ല, മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും മകനാണ്. പിന്നെ സദാ ആണ്ടി രൂപത്തിലിരിക്കുന്ന മുരുകൻ, സ്വയംഭുവായ ആഞ്ജനേയസ്വാമി, പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന ദേവദേവൻ മഹാദേവൻ. ഇങ്ങനെ 17 ദേവതകളുടെ പ്രതിഷ്ഠാദിനമാണ്. മൊത്തം 27 ദേവതകളാണ് ഉള്ളത്. അതിൽ തന്നെ പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവും, പ്രണവമലയിലെ മറ്റ് നാഗരാജാവ്, നാഗയക്ഷിയമ്മ, നാഗചാമുണ്ടിയമ്മ, കരുനാഗയക്ഷിയമ്മ, ഈ ദേവതകൾക്ക് കന്യ ആയില്യത്തിനാണ് പ്രതിഷ്ഠാദിനം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഉപദേവതാ സ്ഥാനങ്ങളിൽ വിളങ്ങുന്ന യക്ഷിയമ്മ, ഗന്ധർവൻ, ബ്രഹ്മരക്ഷസ്, വീരഭദ്രൻ, ഖണ്ഡാകർണസ്വാമി, ഇവർക്ക് കുംഭമാസത്തിലാണ് പ്രതിഷ്ഠ. ഇപ്പോൾ വൃശ്ചിക മാസത്തിൽ പ്രതിഷ്ഠ നടന്നത് 8 ഗണപതിമാർക്കും പിന്നെ ദുർഗ മുതൽ മഹാദേവൻ വരെയുള്ള 9 ദേവതകൾക്കാണ്. അങ്ങനെ 17 ദേവതകൾക്ക് 2 ദിവസമായിട്ട് പ്രതിഷ്ഠാദിനമാണ്, പ്രതിഷ്ഠാ വാർഷികമാണ്. അപ്പോൾ 27-ാം തീയതി 8 ഗണപതിമാർക്കും 28-ാം തീയതി മറ്റുള്ള ദേവതകൾക്കും ക്ഷീരധാരയും കളഭാഭിഷേകവും, അതാണ് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ ഒരു ദേവതയ്ക്ക് ക്ഷീരധാര നടത്താൻ 7,500 രൂപ, കളഭാഭിഷേകം 10,500 രൂപ, രണ്ടും കൂടി ചെയ്യാൻ ഒരു ദേവതയ്ക്ക് 18,000 ചിലവ് വരും. അപ്പോൾ 17 ദേവതകൾക്ക് വേണമെങ്കിൽ ക്ഷീരധാരയും കളഭാഭിഷേകം നടത്താം. അത്രയും വലിയ പ്രൊജക്റ്റൊക്കെ ഉള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം, ഭയങ്കര അഭിവൃദ്ധി ഉണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവതയ്ക്ക് ചെയ്യാം, അതിനനുസരിച്ചുള്ള ഗുണങ്ങളുണ്ട്, ഇവിടെ നടത്തുന്ന ആളുകളുണ്ട്. അതുകൂടാതെ പാക്കേജായിട്ട് ചെയ്യാം. ഓരോ ദേവതയ്ക്ക് 500 രൂപയാണ്. 17 ദേവതകൾക്ക് സമ്പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് 8,500 രൂപയ്ക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ 17 ദേവതകൾക്ക് വേണ്ടി മുട്ടർക്കിൽ നടത്താം 1,700 രൂപ, 27 ദേവതകൾക്ക് മുട്ടർക്കിൽ നടത്താൻ 2,700 രൂപ. പിന്നെ ആയുധ സമർപ്പണം ഈ 2 ദിവസം പ്രത്യേകതയായിട്ട് 50 രൂപ നേരിട്ട് വന്നാൽ, ഓൺലൈനാണെങ്കിൽ 100 രൂപ കൂടുതൽ അടയ്ക്കണം. അപ്പോൾ ഓരോ ദേവതയ്ക്കും ഫുള്ള് ആയുധമണിയും. അങ്ങനെ 8 ആയുധമാണ് ഗണപതിമാർക്കുള്ളത്. അപ്പോൾ ജീവിതം ജയിക്കാൻ വേണ്ടിയുള്ള പൂജാക്രമങ്ങളാണ് ഇവിടെ ഉള്ളത്. പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവിന് ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവമലയും, അത് ലോകത്തിൽ ആദ്യമായിട്ട് ജാതിമത ഭേദമില്ല, അയിത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ദേവസങ്കേതത്തിലേക്കാണ് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മഹാത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലരും പറയും ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. അതെൻ്റെ കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്കിപ്പോൾ മഴയത്ത് നിന്നിട്ട് മഴ നനഞ്ഞിട്ട് പറയാണ് എനിക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ അവിടെ ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ഒരുത്തൻ, അവൻ്റെ അളിയൻ വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്ത് അവന് മെൻ്റലായിട്ട് വന്നു. 2-3 വർഷമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരുന്നവൻ നമ്മുടെ അടുത്ത ആവാഹന പൂജയിൽ പങ്കെടുത്തു. അവൻ ജോലിക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ പൂജ കഴിഞ്ഞിട്ട് 2-3 കൊല്ലമായി. എന്നിട്ടും അന്ന് പൂജയ്ക്ക് പൈസ കൊടുത്തത് ഈ ചായക്കട നടത്തിയാണ്. അവൻ ഇപ്പം പറയും എനിക്കിതിലൊന്നും വിശ്വാസമില്ല. അപ്പോൾ അവൻ്റെ അളിയൻ മെൻ്റലായിട്ടിരുന്ന് അതെല്ലാം മാറി ജോലിക്ക് പോണതാ. അപ്പം അങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളിലേക്ക് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ജീവിതം തേടുന്ന ആളുകളാണെങ്കിൽ 100 ഇടിയ 110 ചിലവാകുന്ന ഒരവസ്ഥ നമുക്ക് സമ്പാദിക്കാൻ പറ്റണില്ല. ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക, പ്രാണി ഉണ്ടാവുക, കല്ലുണ്ടാവുക, അതേപോലെ തന്നെ മദ്യപാനശീലം മാറ്റാൻ പറ്റാതെ വരിക, മലമൂത്ര വിസർജന സ്വപ്നം കാണുക, ഇതൊക്കെ ചാത്തൻ്റെ ഉപദ്രവ ലക്ഷണമാണ്. അതോടൊപ്പം ചിലർ കൂടുതൽ കിടന്നുറങ്ങും, ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല, ചിലർ കുളിക്കാൻ കൂടുതൽ സമയമെടുക്കും, ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും, വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരും. അപ്പോൾ ഇതെല്ലാം ജിന്നിൻ്റെ ഉപദ്രവമാണ്. അതെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റാം. പിന്നെ സർപ്പദോഷം വരുമ്പോൾ ത്വക്ക് രോഗങ്ങൾ വരും, പാമ്പിനെ സ്വപ്നം കാണും, സന്താനം ഇല്ലാണ്ട് വരും, പൂർവ്വജന്മ ദുരിതമായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരുന്ന കേസെല്ലാം നമുക്ക് ആവാഹന പൂജയിൽ മാറ്റിയെടുക്കാം. ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 100 ഇടിയ 110 ചിലവാകുന്ന അവസ്ഥ നമ്മുടെ ആവാഹന പൂജേനെ അപ്പം മാറിയുണ്ടാവും. പിന്നെ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഇവിടെ വഴിപാടുകൾ ഇഷ്ടം പോലെയുണ്ട്. ഏതൊരു കാര്യം ചെയ്തും നിങ്ങൾക്ക് ജീവിതം നേടാം. അതാണ് ക്ഷേത്രം. അപ്പോൾ ഇവിടെ അയിത്തമോ അനാചാരമോ അന്ധവിശ്വാസമൊന്നുമില്ല. നമ്മുടെ മഹർഷിമാർ മനുഷ്യർക്ക് നന്നാവാൻ വേണ്ടി അവരുടെ ജീവത്യാഗങ്ങളിലൂടെ വളർത്തിയെടുത്തതാണ് പ്രണവമല.
അവരുടെ തത്വങ്ങളാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അല്ലാതെ കണ്ട് നമുക്ക് ജാതി മതമൊന്നുമില്ല. ഇനി ആ മതസ്ഥർ പാടില്ല, ഈ മതസ്ഥർ പാടില്ല, നമ്മൾ പറയുന്നത് മാത്രം ശരിയൊന്നുമില്ല. എവിടെയെങ്കിലും പോയി മനുഷ്യർക്ക് ഈശ്വരൻ നൽകിയ ആയുസ്സ് അവരുടെ നക്ഷത്രവും ദശാകാലം അനുസരിച്ച് കൃത്യമായിട്ട് വഴിപാട് ചെയ്ത് ജീവിതം രക്ഷപ്പെടാം. അപ്പോൾ ഒരു നിവൃത്തിയില്ലാത്ത ആളുകളാണ് ഈ വീഡിയോ കാണുമ്പോൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട്, കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് വരാം. ഇവിടെ പ്രണവമലയിൽ 27 ദേവതകൾക്കും ഓരോ ദേവതയ്ക്ക് 108 പൂർണ്ണ പ്രദക്ഷിണം നടത്താം. താഴെ കൗണ്ടറിൽ ഞാൻ ജപിച്ചു കൊടുത്താണ് ചരട് വാങ്ങാം. അതിലൂടെ 27 ദിവസം മുന്നോട്ട് പോകാം. പിന്നെ ഒരു ഏലസ് വാങ്ങി ധരിക്കാം. ആ ഏലസിലൂടെ 1.5 വർഷം മുന്നോട്ട് പോകാം. അങ്ങനെ ജീവിതം ജയിക്കാൻ പറ്റിയ ദിവസങ്ങളാണ് ഈ വരുന്ന പ്രതിഷ്ഠാ ദിനം. അപ്പോൾ ദേവതകളുടെ ശക്തി ചൈതന്യം ഒരുപാട് നിങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ഈ ദിവസം പരമാവധി ക്ഷേത്ര പൂജകളിൽ ഒന്ന് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ പങ്കെടുക്കുക. അതോടൊപ്പം തന്നെ തട്ടസമർപ്പണം നടത്താം. ഒരു ദേവതയ്ക്ക് 300 രൂപയാണ്. പിന്നെ അഭിഷേകങ്ങൾ നടത്താം, അർച്ചന നടത്താം, നെയ്വിളക്ക് നടത്താം, അതേപോലെ ചുറ്റുവിളക്കിൽ പങ്കാളികളാകാം, ദക്ഷിണ പൂജകൾ ചെയ്യാം. അങ്ങനെ സകല പൂജകളുമുണ്ട്. അത്താഴ നിവേദ്യമുണ്ട്, തിരുമധുരമുണ്ട്, കടുംപായസമുണ്ട്, പാൽപ്പായസമുണ്ട്, നിലവറപ്പായസമുണ്ട്. അപ്പം അങ്ങനെ ഏതൊരു വഴിപാട് ചെയ്താലും ജീവിതം ജയിക്കാൻ പറ്റിയ അത്യപൂർവ ദിവസങ്ങളാണ് പ്രണവമലയിലെ പ്രതിഷ്ഠാദിനം. 17 ദേവതകളുടെ പ്രതിഷ്ഠാദിനമാണ്. അപ്പോൾ എല്ലാവരെയും പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതോടൊപ്പം തന്നെ നിരവധി അനുഭവസാക്ഷ്യം വീഡിയോ കാണിക്കുന്നുണ്ട്. എല്ലാം കണ്ട് മനസ്സിലാക്കുക. നമുക്ക് ഇനിയിപ്പോൾ ഇരുമുടി കെട്ടിയിട്ട് ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കാണെങ്കിലും 3, 5, 7, 11, 14, 21 ദിവസം വ്രതം എടുത്തിട്ട് പ്രണവമലയിലെ അയ്യപ്പന് ഇരുമുടി കെട്ടി വരാം. അവിടെ കൗണ്ടറിൽ 1000 രൂപ അടച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ കെട്ടിനുള്ള എല്ലാ സാധനം തരും. പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ സോപാനത്തട്ടിൽ നിന്ന് ഇരുമുടി കെട്ടി നിറച്ച് 26 ദേവതകളെ തൊഴുത് അവസാനം ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമിയെ തൊഴുത് ഇരുമുടി കെട്ടഴിച്ച് നെയ്യഭിഷേകം നടത്തി നിങ്ങളുടെ ജീവിതത്തിലുള്ള ടെൻഷൻ, ഡിപ്രഷനൊക്കെ മാറ്റിയെടുക്കാം. അതിന് പറ്റിയ അത്യത്ഭുത ദിവസമാണ് ഈ മണ്ഡലകാലം. നമുക്ക് വൃശ്ചികം 1 മുതൽ 60 ദിവസം വരെ പ്രണവമലയിലെ അയ്യപ്പൻ്റെ അടുത്ത് ആർക്ക് വേണമെങ്കിലും വന്ന് ഇരുമുടി കെട്ടി കയറി ജീവിതം ജയിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൻ്റെ കലണ്ടർ ഇറങ്ങിയിട്ടുണ്ട്. കൃത്യമായിട്ടും നക്ഷത്രം തുടങ്ങി അവസാനിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ അശ്വതിയിൽ ജനിച്ചു എന്നുള്ള ധാരണയിലിരിക്കുമ്പോൾ 10 മണിയായപ്പോൾ അശ്വതി കഴിഞ്ഞു, 4 മണിക്കാണ് കുട്ടി ജനിച്ചെങ്കിൽ ഭരണി ആയെന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മുടെ കലണ്ടറിൽ അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ വേണ്ടവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെടുക. കലണ്ടറിന് 50 രൂപയാണ്. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വിശദമാക്കുന്ന കലണ്ടറാണ്. അത് കൊറിയർ ചെയ്യുമ്പോൾ 50 കൂടുതലാണ് 100 രൂപ അയക്കേണ്ടി വരും. അപ്പോൾ എത്ര കണ്ട് നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിലും മനസ്സിലാക്കുക. പേരമംഗലത്തപ്പനും പ്രണവമല ദേവതകൾക്ക് 27 ദേവതയുണ്ട്. 10 രൂപയുടെ ജലാഭിഷേകം 270 രൂപ അടച്ച് നിത്യവും പേരമംഗലത്തപ്പനും പ്രണവമല ദേവതകൾക്ക് 1 രൂപ നാണയം ഒഴിഞ്ഞാൽ പോലും ജീവിതം ജയിക്കും. 3 ദിവസം അടുപ്പിച്ച് 10 രൂപയുടെ ജലാഭിഷേകം 810 മുടക്കിയാൽ പോലും ജീവിതത്തിൽ മാറ്റം വരും. ഇപ്പോൾ വിദേശത്തുള്ളവരാണ് ഇത് കാണുന്നതെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിതത്തിലൊന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 27 ദേവതകൾക്ക് മുട്ടർക്കിൽ നടത്താം, 27 ദേവതകൾക്ക് നിവേദ്യം നടത്താം, 27 ദേവതകൾക്ക് ശിവേലി നടത്താം, 27 ദേവതകൾക്ക് തട്ടസമർപ്പണം നടത്താം. അങ്ങനെയൊക്കെ നടത്തി കഴിഞ്ഞാൽ ഈ 4 വഴിപാട് നടത്തിയാൽ ഏതൊരാൾക്കും ഏതൊരു കാര്യവും നേടാൻ സാധിക്കും. പിന്നെ സനാതന ധർമ്മ സംഘം എന്ന് പറയുന്നൊരു സംഘടനയുണ്ട് ക്ഷേത്രത്തിൻ്റെ അണ്ടറിലായിട്ട്. ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയും ഇല്ല. ധൈര്യമായിട്ട് ഈ സംഘടനയിൽ പങ്കാളികളാകാം. നിങ്ങൾക്ക് എല്ലാ ജില്ലകളിൽ നിന്ന് സംഘടനയുടെ നേതൃത്വത്തിൽ യാത്രാ ബസ്സുകൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു വരുന്നുണ്ട്. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃക കാണിക്കുകയാണ്. അപ്പോൾ ഇത്രയും ലോകോത്തരമായൊരു സംഘടനയാണ്. ജാതി മത ഭേദമില്ല. സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. സ്ത്രീകളാണ് സംഘടനയിൽ പല ജില്ലകളിലും തലപ്പത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ഗുണം എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ 1000 തിരുവുത്സവമായി കൊണ്ടാടുമ്പോൾ പുറപ്പെട്ടു വരുന്നുണ്ട്. ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകി ക്ഷേത്രം മാതൃക കാണിക്കുന്നുണ്ട്. അപ്പോൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. പറയുന്ന 4 കാര്യം ധർമ്മദേവതാപ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു, പിന്നെ ബാധാദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക. ഈ 4 കാര്യം ചെയ്ത് ഏതൊരാൾക്കും ജീവിതം ജയിക്കാം. അങ്ങനെ ജീവിതം ജയിച്ച ഒരുപാട് ആളുകളുടെ അനുഭവ സാക്ഷ്യം വീഡിയോ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് പ്രണവമലയിലേക്ക് 27, 28 ദിവസങ്ങളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകളിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ 30, 1, 2 തീയതികളായിട്ട് അവിടെ ആവാഹന പൂജയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യമൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് നേരിട്ട് വന്ന് ആവാഹന പൂജയിൽ പങ്കെടുത്ത മുമ്പ് ജയിച്ച ആളുകൾ വരും. അവരെ കൊണ്ട് നേരിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ പൂജയുടെ രീതികളും കാര്യങ്ങളും മനസ്സിലാക്കാം. അല്ലാതെ അതൊക്കെ അന്ധവിശ്വാസമാണ്, കൂടാത്തതുകൊണ്ട് മന്ത്രവാദമാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് വിചാരിക്കേണ്ട. പിന്നെ പാരമ്പര്യം പറയുന്ന ആളുകൾ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ പങ്കാളികളാകാം, ജീവിതം ജയിക്കാം. ധൈര്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ട് പ്രതിഷ്ഠാ ദിനത്തിലെ വഴിപാടുകളൊക്കെ ചെയ്ത് ഏതൊരാൾക്കും ജീവിതം ജയിക്കാൻ സാധിക്കും എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.
ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതന ധർമ്മ സംഘത്തിൻ്റെ SDS സനാതന ധർമ്മ സംഘം എന്ന് പറയും. രാമേന്ദ്രൻ എന്നാണ് പേര്. ഒരു 1.5 വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത്. ആദ്യമായിട്ട് ഏലസ് വാങ്ങി ധരിക്കും. ഏലസ് വാങ്ങി ധരിച്ച അന്ന് തന്നെ ആൾക്ക് 70,000 കിട്ടും. അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും. പൂജ കഴിഞ്ഞ് പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു. പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു. അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം 40 പേരുണ്ടെങ്കിൽ സ്റ്റാർട്ടാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ്. കാരണം ഇതെല്ലാം മണ്ടത്തരമാണ്, അന്ധവിശ്വാസമാണ്, കൂടത്തോളം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെ ജനങ്ങളെ വഴിയേറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞത്. പക്ഷേ നമ്മളറിയേണ്ടത് നമ്മുടെ സമയം. ഇപ്പോൾ രാമചന്ദ്രനൊക്കെ അന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി. പെട്ടെന്ന് തന്നെ ഏലസ് വാങ്ങി ധരിച്ചു. അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി. പിന്നെ ഒന്നും ആലോചിച്ചിരുന്നില്ല, വേഗം പൂജയിലേക്ക് എത്തി. പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്ന വലിയ ആഗ്രഹം വന്നു. സനാതന ധർമ്മ സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക. ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ എന്നിട്ടാണ് ഇവർ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. നമസ്കാരം സർ. നമസ്കാരം. ഇത് സിബി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചങ്ങനാശ്ശേരി താലൂക്ക് സനാതന ധർമ്മ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ്. പിന്നെ അതുകൂടാതെ ശിഷ്യനാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിച്ചിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നോക്കാം. അപ്പോൾ ആൾ കുറച്ചുകൂടി ആയിട്ട് മതി എനിക്ക് നോക്കൽ എന്നുള്ള രീതിയിലാണ്. 2022 ആദ്യമായിട്ട് എത്തുന്നത്. പിന്നെ ഏലസ് വാങ്ങി ധരിച്ചു. അതിനുശേഷം അതിൻ്റെ വഴിപാടൊക്കെ ചെയ്ത് പിന്നെ പൂജയിലേക്ക് പൂജ കഴിഞ്ഞിട്ട് 1 വർഷത്തിന് മേലെയായി. നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഒരുപാട് പേരോട് ഈ ചങ്ങനാശ്ശേരി എന്നൊക്കെ പറഞ്ഞ ആളുകൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, തെക്കോട്ട് പോകുന്തോറും ഇതൊന്നും പറഞ്ഞ ഒരാൾക്കും അങ്ങ് മനസ്സിലാവില്ലാത്ത രീതിയിൽ. പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരുന്നത് തെക്കൻ ജില്ലകളിലാണ്. പക്ഷേ ഇപ്പോൾ കാലം മാറിയപ്പോൾ ഒരു സമുദായ സംഘടനയാണ് ഇതിൻ്റെ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുന്നത്. കാരണം അവർ ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇതിൻ്റെ ആവശ്യമില്ല, തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പലരും അതിൻ്റെ പിന്നാലെ പോയി വേണ്ട എന്നുള്ള രീതിയിലേക്കും. പക്ഷേ സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കില്ല എന്ന് സിബിക്ക് നല്ല ബോധ്യം വന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു ഉടനെ വന്നു ഏലസ് ധരിച്ചു. കാരണം പലരും വരുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായില്ല, എല്ലാം തീർന്നിട്ട് ഇവിടെ എത്തുള്ളൂ. പക്ഷേ അപ്പോൾ അതിനുള്ള പോകും വഴിയുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ഏലസ് ധരിക്കുക. ഏലസ് ധരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ പരിപാടി ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാളിനുള്ളിൽ തന്നെ പൈസ വരും. പൈസ വന്നാൽ നല്ല ബുദ്ധി ഉപയോഗിച്ച് അപ്പോൾ തന്നെ പൂജയിലേക്ക് എത്തി. പിന്നെ ജ്യോതിഷം പഠിക്കാൻ തോന്നി. കാരണം നമ്മുടെ പൂജാ സംവിധാനത്തിൽ ആ സമയത്ത് പറയുന്ന കുറേ കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്തായാലും ഇത് പഠിച്ചെടുത്തേ മതിയാവും. അപ്പോൾ 2 ഗുണമുണ്ട്. ഒന്ന്, പിന്നീടുള്ള കാലം നമുക്ക് ജീവിക്കാനും സാധിക്കും. മറ്റൊന്ന്, മറ്റൊരു 10 പേർക്കെങ്കിലും വഴി കാണിക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഇപ്പോൾ വീഡിയോ കാണുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമസ്കാരം. അദ്ദേഹം ധ്രുവൻ എന്ന് പറയും. മാളയിൽ നിന്ന് വരുന്നു. മാള പുത്തൻചിറ. അത് 2017 ആദ്യമായിട്ട് വരുന്നത്. ഏലസൊന്നും വാങ്ങിയില്ല, നേരെ പൂജയിലേക്ക് വരായിരുന്നു. അങ്ങനെ പൂജ കഴിഞ്ഞു. പിന്നീട് ഇദ്ദേഹത്തിന് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് ഒരു ശല്യമായിട്ട് ഇരുന്നതാണ്. അത് മാറ്റി കൊടുക്കാൻ പറഞ്ഞത് ആവാന പൂജയിൽ മാറ്റി കഴിഞ്ഞു. പിന്നീട് മകൻ്റെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞ് മരുമകൾ കല്യാണം കഴിഞ്ഞ് വന്ന മരുമകളെ കൊണ്ട് അദ്ദേഹം പൂജ കഴിച്ചു. പിന്നെ ക്ഷേത്രമായിട്ട് വലിയ അടുപ്പം കാണിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഇപ്പോൾ ഇന്നലെ വന്നപ്പോൾ പാൽപ്പായസം കൊണ്ട് നടത്തി. അതായത് നമ്മളിവിടെ വീഡിയോ ഇടുമ്പോൾ തന്നെ എന്ത് ചെയ്താലും എന്ത് കിട്ടും, അത് ആ പ്രായത്തിൻ്റെ പക്വത ആൾ കൃത്യമായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കുടുംബ സമേതമാണ് ഇന്നിപ്പോൾ 2ാം വട്ടം നെഗറ്റീവ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് പല പ്രാവശ്യം അനുഭവസാക്ഷ്യം വീഡിയോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്നവർ മനസ്സിലാക്കുക. നമ്മുടെ ജീവിതം നമുക്ക് കുടുംബത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കണം, നാടിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, സമയം അതിനെപ്പോഴും വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാക്കുക. നമുക്കും ഇതേപോലെ തന്നെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം മകൻ കല്യാണം കഴിച്ച് മരുമകളെ വന്നു കഴിയുമ്പോൾ ആ മരുമകൾക്ക് വേണ്ടി സെപ്പറേറ്റ് പൂജ എടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്കും. അപ്പോൾ ഇത് തട്ടിപ്പ് വെട്ടിപ്പാണോ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഇത് തട്ടിപ്പെന്ന് പറഞ്ഞവർക്കുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ധ്രുവൻ എന്ന് പറയുന്ന ഈ ചേട്ടൻ. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ജീവിതം നമുക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കുക. നമസ്കാരം. ഇദ്ദേഹം രാവുണ്ണി, പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലുള്ളതാണ്. ഏതാണ്ട് 2017 ആദ്യമായിട്ട് എത്തുന്നത്. പിന്നെ ഏലസ് വാങ്ങി ധരിക്കും. അത് കടം കയറി വല്ലാത്തൊരവസ്ഥയിൽ മരണത്തോട് കല്ലടിക്കുന്ന അതേപോലെയാണ് പറയുന്നത്. അങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് വരുന്നത്. അത് കഴിഞ്ഞ് ആവാന പൂജ കഴിഞ്ഞു, സന്താനങ്ങളുണ്ടായി. പിന്നീട് സ്വന്തമായിട്ട് വീട്ട് നിർമ്മിക്കാൻ പറ്റി. ഇപ്പോൾ പുതിയതായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള, അതായത് സ്വന്തമായിട്ട് ഇത്ര നാളും വേറെ ആളുകളുടെ കൂടെ ജോലിക്ക് പോയിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ട് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള വലിയ ഒരു ഉദ്യമത്തിലേക്ക് പോകുന്നു. അപ്പോൾ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരുന്നു, വഴിപാട് നടത്തുന്നു. അപ്പോൾ ആ ജീവിതം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുള്ള ഒരു നേർക്കാഴ്ചയായിട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കിയിട്ട് ചെറുപ്പുളശ്ശേരിയിലോ പാലക്കാടോ പട്ടാമ്പിക്കുള്ള ആളുകൾ ചിലരെങ്ങനെ കരുതുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം. ഇദ്ദേഹം മുമ്പ് എങ്ങനെയായിരുന്നു ജീവിച്ചത്, ഇപ്പോൾ എങ്ങനെ ജീവിക്കുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട്, അതായത് ഒരിക്കൽ ഒരു തടസ്സം വന്ന് മാറ്റിയിട്ട് വീണ്ടും ബുദ്ധിമുട്ട് വന്നാൽ ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ തട്ടിപ്പ് വെട്ടിപ്പെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹം ചെയ്യുന്ന പോലെ ഒരു ആദ്യമായിട്ട് ഏലസൊക്കെ ധരിച്ച് അതിൻ്റെ ഗുണം അറിഞ്ഞുകൊണ്ട് പിന്നീട് വന്ന് മാറ്റാവുന്നതാണ്. നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാനും. സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ 5 പ്രതിഷ്ഠ അല്ലെങ്കിൽ 1 പ്രതിഷ്ഠ
അല്ലെങ്കിൽ ഒരു 2 പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ. 27 ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും വരാൻ തോന്നും. അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെയുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും എല്ലാവരും വരിക. എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ. അത് മാത്രമല്ല, ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല. അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്, നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ, ഗണപതി തന്നെ 8 തരത്തിൽ അഷ്ടഗണപതികൾ സെപ്പറേറ്റായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ 8 ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. 8 പേരിവർക്ക് 8 മൂലമന്ത്രങ്ങൾ, 8 രൂപങ്ങൾ, 8 കാര്യങ്ങൾ എല്ലാം 8ആയി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. 11 തൃക്കരങ്ങളാൽ തുമ്പിക്കൈയിൽ പൊൻകലശവും വച്ചുകൊണ്ട് ഭക്തരെ അനുഗ്രഹിച്ചിടും ഭാര്യാസമേതനായി മഹാഗണപതിയും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. 8 പേരിവർക്ക് 8 മൂലമന്ത്രങ്ങൾ, 8 രൂപങ്ങൾ, 8 കാര്യങ്ങൾ എല്ലാം 8ആയി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. ക്ഷിപ്രഗണപതി തൻ തിരുസന്നിധിയിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിച്ചിടാം. ക്ഷിപ്രഗണപതി തൻ തിരുസന്നിധിയിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിച്ചിടാം. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. 8 പേരിവർക്ക് 8 മൂലമന്ത്രങ്ങൾ, 8 രൂപങ്ങൾ, 8 കാര്യങ്ങൾ എല്ലാം 8ആയി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. ബലാബലകാര്യങ്ങൾക്കും പൊരുത്തമില്ലാ ദമ്പതികൾക്കും ഐക്യപ്പെടുവാൻ ശക്തി ഗണപതിയും. ബലാബലകാര്യങ്ങൾക്കും പൊരുത്തമില്ലാ ദമ്പതികൾക്കും ഐക്യപ്പെടുവാൻ ശക്തി ഗണപതിയും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. 8 പേരിവർക്ക് 8 മൂലമന്ത്രങ്ങൾ, 8 രൂപങ്ങൾ, 8 കാര്യങ്ങൾ എല്ലാം 8ആയി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ.
രാജാവിനുത്തരവു ലഭിച്ചിടാൻ വിദേശ ജോലികൾ ലഭിച്ചിടാൻ കാര്യസിദ്ധി ഭഗവാനും. രാജാവിനുത്തരവു ലഭിച്ചിടാൻ വിദേശ ജോലികൾ ലഭിച്ചിടാൻ കാര്യസിദ്ധി ഭഗവാനും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. 8 പേരിവർക്കെട്ടു മൂലമന്ത്രങ്ങൾ 8 രൂപങ്ങൾ 8 കാര്യങ്ങൾ എല്ലാം 8ആയി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. രോഗദുരിതങ്ങൾ മാറുവാനും ഇഷ്ടഭോജ്യങ്ങൾ ലഭിച്ചിടാൻ നവനീത ഗണപതിയും. രോഗദുരിതങ്ങൾ മാറുവാനും ഇഷ്ടഭോജ്യങ്ങൾ ലഭിച്ചിടാൻ നവനീത ഗണപതിയും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. 8 പേരിവർക്കെട്ടു മൂലമന്ത്രങ്ങൾ 8 രൂപങ്ങൾ 8 കാര്യങ്ങൾ എല്ലാം 8ആയി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. ഓർമ്മതൻ സമുദ്രത്തിൽ ആറാടുവാനും പരീക്ഷാജയങ്ങൾക്കും ഏകാക്ഷരീ ഗണപതിയും. ഓർമ്മതൻ സമുദ്രത്തിൽ ആറാടുവാനും പരീക്ഷാജയങ്ങൾക്കും ഏകാക്ഷരീ ഗണപതിയും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. 8 പേരിവർക്കെട്ടു മൂലമന്ത്രങ്ങൾ 8 രൂപങ്ങൾ 8 കാര്യങ്ങൾ എല്ലാം 8ആയി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. അടുക്കള സമൃദ്ധിയും ദാരിദ്ര്യമകലുവാനും ദാമ്പത്യ സൗഖ്യത്തിനും ഉദ്ദിഷ്ട ഗണപതിയും. അടുക്കള സമൃദ്ധിയും ദാരിദ്ര്യമകലുവാനും ദാമ്പത്യ സൗഖ്യത്തിനും ഉദ്ദിഷ്ട ഗണപതിയും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. 8 പേരിവർക്കെട്ടു മൂലമന്ത്രങ്ങൾ 8 രൂപങ്ങൾ 8 കാര്യങ്ങൾ എല്ലാം 8ആയി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. ബാലാരിഷ്ടതാകാലങ്ങളിൽ ബാലപീഠങ്ങൾ ചെറുക്കാനും നല്ലൊരുണ്ണി പിറക്കാനും ബാലഗണപതിയും. ബാലാരിഷ്ടതാകാലങ്ങളിൽ ബാലപീഠകൾ ചെറുക്കാനും നല്ലൊരുണ്ണി പിറക്കാനും ബാലഗണപതിയും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. 8 പേരിവർക്കെട്ടു മൂലമന്ത്രങ്ങൾ 8 രൂപങ്ങൾ 8 കാര്യങ്ങൾ എല്ലാം 8ആയി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. പൂജകൾ അർച്ചനകൾ ഹോമങ്ങൾ നിവേദ്യങ്ങൾ ആയുധ സമർപ്പണങ്ങൾ ഹാരങ്ങൾ അഭിഷേകങ്ങളെല്ലാം സമർപ്പിച്ചു സമൃദ്ധി നേടിയിടാം പ്രണവമാമലയിൽ. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. 8 പേരിവർക്കെട്ടു മൂലമന്ത്രങ്ങൾ 8 രൂപങ്ങൾ 8 കാര്യങ്ങൾ എല്ലാം 8ആയി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ.